അപ്പോൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ബേർഡ്സിന് ഏവിയറിയിലേക്ക് വേണ്ട സാധനങ്ങളാണ്. ഇതെല്ലാം എവിടുന്നാണ് വാങ്ങിച്ചതെന്ന് പോയി കണ്ടിട്ട് വരാം. നമുക്കൊന്ന് മജസ്റ്റിക് സിറ്റി മാർക്കറ്റിലൊക്കെ പോയെന്ന് കറങ്ങി സാധനങ്ങളുടെയൊക്കെ വിലയൊക്കെ അറിഞ്ഞിട്ട് വന്നാലോ എന്ന് വിചാരിച്ച് ഞങ്ങളിന്ന് മോൻ അവധിയാണ്. എന്നാൽ ഈ ദിവസം തന്നെ ആക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മാർക്കറ്റിൽ പോകാനായിട്ട് തുടങ്ങുവാണ്. അപ്പോൾ പിന്നെ ബേർഡ്സിനുള്ള ഫുഡൊക്കെ കൊടുത്തേച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പണിയൊന്ന് ഒതുങ്ങി കിട്ടുമല്ലോ. അതാണ് ഇന്നത്തെ പരിപാടി. ഞാൻ സാധാരണ ഒന്നെങ്കിൽ ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ അടുത്തുള്ള പെറ്റ് ഷോപ്പിൽ നിന്നൊക്കെയാണ് തെനയും അതും ഇതുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളത്. അപ്പം എങ്ങനെ പോയാലും എനിക്കൊരു 50 കിലോയുടെ തെനയുടെ പാക്കറ്റ് വാങ്ങിച്ചാൽ എനിക്കതൊരു 3-4 മാസത്തേക്കൊക്കെ നിൽക്കും. ചിലപ്പോൾ അതിൽ കൂടുതൽ നിൽക്കും. ഇപ്പോൾ എനിക്ക് ബേർഡ്സിൻ്റെ എണ്ണമൊക്കെ കൂടിയത് കൊണ്ട് ഞാൻ പല ബേർഡ്സിൻ്റെ വെറൈറ്റീസ് ഉള്ളതുകൊണ്ട് പല ടൈപ്പിലെ സീഡ്സും സീഡ് മിക്സും ഒക്കെ വേണ്ടിയതുകൊണ്ട് ഞാൻ ഓർത്തു എന്നാൽ ഈ പ്രാവശ്യം ഞാൻ പുറത്ത് പോയി എല്ലാത്തിൻ്റെയും വിലയൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാമെന്ന്. കാരണം ഞാനിവിടെ ഇരട്ടി പൈസ കൊടുത്താണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് എനിക്കറിയാം. പക്ഷേ എന്നാലും നമ്മൾ ജസ്റ്റ് കുറച്ച് ബേർഡിന് വേണ്ടി ഞാൻ അവിടം വരെ പോയി വരുന്നതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടൊക്കെയാണ് ഞാൻ ഇത്രയും നാളും പോകാണ്ടിരുന്നത്. എന്നാൽ പിന്നെ നമ്മളോർത്തു എന്നാൽ പിന്നെ ഇപ്പോൾ പോകാമെന്ന്. അതാണ് സംഭവം. ഇത് നമ്മളുടെ മുട്ടയുടെ തോട് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. കാൽസ്യത്തിന് വേണ്ടി സപ്ലിമെൻ്റായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ കാൽസ്യവും പ്രോബയോട്ടിക്സും ഒക്കെ. അപ്പോൾ അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. കാരണം അല്ലെങ്കിൽ പിന്നെ അവർ തിരിച്ചു വിടും. സംഭവം ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഓർഡർ വന്നത്. അപ്പോൾ എന്നാൽ പിന്നെ സ്കൂട്ടറുകാരനെ വഴിക്ക് വെച്ച് തന്നെ കാണാമെന്ന് വിചാരിച്ചു. എന്നാൽ എനിവേ നമുക്ക് ലഞ്ച് ടൈമൊക്കെ ആയി. എന്നാൽ പിന്നെ ഒരു ലഞ്ച് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഈ അടയാളമാണ് എനിക്ക് പറയാൻ പറ്റിയത്. നമ്മൾ താമസം മാറിയോണ്ട് എനിക്ക് കറക്റ്റ് അഡ്രസ്സൊന്നും അറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ഡൊമിനോസ് പിസ്സയുടെ ഇതാണ് ലൊക്കേഷനാണ് ആ വന്ന ഡെലിവറി ആൾക്ക് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് നമ്മളിവിടെ തന്നെ കയറി ഫുഡും കഴിച്ചു. അതേ സമയത്ത് നമ്മൾ ആ പാക്കറ്റും ഒന്ന് പൊട്ടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ലോറോ എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രോബയോട്ടിക്സും കാൽസ്യം സപ്ലിമെൻറ്റും ഒക്കെയാണ് ഞാൻ വാങ്ങിച്ചത്. ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ സെറ്റ് ഗട്ട് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ സംഭവങ്ങൾ ഞാൻ നാട്ടിൽ നിന്ന് നമ്മൾ വരുത്തിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കാരണം നമ്മൾ മാക്സിമം ഫുഡ് ത്രൂ എല്ലാ സംഭവങ്ങളും കൊടുക്കാനാണ് ട്രൈ ചെയ്യുന്നത്. എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുമല്ലോ. ഓട്ടോവിലാണ് നമ്മൾ ഇവിടെ വന്നേക്കുന്നത്. കാരണം കാറും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ ഇടവഴി കൂടെ ഒന്നും വരാനോ ഒന്നും പറ്റത്തില്ല. ഈ മാർക്കറ്റിൽ വന്ന് കണ്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. എല്ലാം ഇവിടെ സംഭവങ്ങളിങ്ങനെ ഓരോന്നിൻ്റെയും വില. പക്ഷേ ഒറ്റ സംഭവമേ ഉള്ളൂ, എങ്ങനെ പോയാലും ഒരു 5 to 10 kg നമ്മൾ വാങ്ങിക്കണം. എന്നാലേ നമുക്ക് അവർ തരുവുള്ളൂ. കാരണം ഇത് ഹോൾസെയിൽ കടയായതുകൊണ്ട്. ഇത് കണ്ടോ, ഇവിടെ കൂടെ നമുക്ക് കാറും ഒരു തരത്തിലും പോകാൻ പറ്റത്തില്ല. മൊത്തം 2 സൈഡിലും ട്രക്കും സംഭവങ്ങളൊക്കെ പാർക്ക് ചെയ്തേക്കുന്നുണ്ട്. വലിയൊരു മാർക്കറ്റാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വഴി തെറ്റിപ്പോകാൻ ചാൻസും ഉണ്ട്. ഈ ഓട്ടോക്കാരൻ ഏതായാലും നമ്മളെ തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്തു. പിന്നെ ഇത് ലാഭമാണോ എന്ന് ചോദിച്ചാൽ 1 കിലോ തിനയ്ക്ക് ഞാൻ 42 rupees കൊടുത്തത്. ഞാൻ സാധാരണ വാങ്ങിക്കുന്നിടത്തുനിന്ന് ഇതിൻ്റെ ഇരട്ടിയാണ് ഞാൻ പൈസ കൊടുത്ത് ഇവിടെ വാങ്ങിച്ചുകൊണ്ടിരുന്നതെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇതേപോലെ എല്ലാ സംഭവങ്ങൾക്കും അതിൻ്റേതായ പ്രൈസിൽ വ്യത്യാസമുണ്ട്. വില കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടാണ് ഇന്ന് ഞാൻ തന്നെത്താനെ മാർക്കറ്റിൽ പോയത്. സാധാരണ നമ്മൾ ഓൺലൈനിലോ അല്ലെങ്കിൽ അടുത്തുള്ള കടകളിൽ നിന്നൊക്കെയാണ് വാങ്ങിക്കുന്നത്. കാരണം എനിക്ക് കുറച്ച് ബേർഡ്സേ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട്. ഇപ്പം ബേർഡ്സിൻ്റെ അളവ് കൂടി വരുന്നവരും നമുക്ക് സാധനങ്ങൾ എപ്പോഴും ഭയങ്കരമായിട്ട് ചിലവാകുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തു ചെറിയ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും ഞാൻ മാർക്കറ്റ് വരെ ഒന്ന് പോയി നോക്കാം എത്ര ആയിരിക്കും ഇതിൻ്റെയൊക്കെ റേറ്റ് എന്നൊക്കെ ഒന്ന് അറിയാനായിട്ട് ഞാൻ ഇന്ന് ഇവിടെ ബാംഗ്ലൂരിലുള്ള സിറ്റി മാർക്കറ്റിൽ പോയി വാങ്ങിച്ച സാധനങ്ങളാണിത്. രാഗി, ഫ്ലാക്സ് സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, തെന, പിന്നെ അവർ അരിയും ഇതും സോഫ്റ്റ് ഫുഡ് മിക്സാണ്. ഈ സംഭവം എല്ലാം തീർന്നു പോയി. ഞാനപ്പോൾ അതിൻ്റെ എല്ലാം ഓരോരോ കിലോ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇത് റീഫില്ല് ചെയ്ത് വെക്കണേ. ഇത് ഒത്തിരി ഉണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും സാധനങ്ങൾ 5 കിലോയും 10 കിലോയും ഒക്കെ വാങ്ങിക്കുന്നതുകൊണ്ട് ഈ ബക്കറ്റിനകത്തിലത് കൊള്ളുകയില്ല. ഇനിയും വേറെ ഒരു ജാറുണ്ട്, അതിനകത്തിലോട്ട് ഇതിട്ട് മിക്സ് ചെയ്യണം. തൽക്കാലത്തേക്ക് ഞാൻ ഇതിൽ കൊള്ളാവുന്നത് ഇതിനകത്തിൽ ഇട്ട് വെക്കുവാണ്. മറ്റേ ഇനിയും എൻ്റെ കയ്യിലല്ലാണ്ട് വെള്ളത്തിന് വേണ്ടി യൂസ് ചെയ്തൊരു ജാറുണ്ട്. ഈ ബേർഡ്സ് ഉള്ളപ്പോൾ എമർജൻസി ആയിട്ട് വേണ്ടിയ മെഡിസിൻസും സപ്ലിമെൻറ്റ്സും എല്ലാം നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. എൻ്റെ കയ്യിൽ വേർമിഫെസ്റ്റേഷനും ടെട്രാസൈക്ലിൻ്റെ പൗഡറും സ്ഥിരമായിട്ട് കാണും. പിന്നെ ബാക്കിയുള്ള സിറപ്പുകളൊക്കെ മുകളിൽ കേജിൻ്റെ അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അതും സാധാരണ ബേർഡ്സിന് എല്ലാ 15 ദിവസം കൂടുമ്പോൾ ഓരോന്ന് മാറി കൊടുക്കാനായിട്ട്. ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞു, കേജൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയും നമ്മളുടെ ബേർഡ്സിനെ നമ്മൾ ബ്രീഡിങ് കേജൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ കാൽസ്യവും സപ്ലിമെൻറ്റ്സും ഒക്കെ കൊടുത്ത്
കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞു. ഇനിയും അടുത്ത ഒരാഴ്ച കൂടെ കഴിയുമ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം കൂടെ വേം ഇൻഫെസ്റ്റേഷൻ്റെ ഡിവോമിങ് സിറപ്പും കൂടെ കൊടുത്തു കഴിഞ്ഞ് ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യും. അടുത്ത ലവ് ബേർഡ്സ് ബഡ്ജീസിൻ്റെ സാധനം കൂടെ എനിക്ക് വാങ്ങിക്കാനുണ്ട്. നമ്മളുടെ കട്ടിൽ ഫിഷ് ബോണും അതൊക്കെ കേജിൽ വെക്കാനായിട്ടുള്ളത്. പിന്നെ പോട്ടൊക്കെ ഞാൻ വാഷ് ചെയ്യാൻ വേണ്ടി സോക്ക് ചെയ്ത് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് അടുത്ത 1 വീക്കിനോടുള്ളിൽ അതെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ബ്രീഡിങ് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.